നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. വലിയ നേട്ടങ്ങൾ തേടി വരുന്ന ചില നക്ഷത്രക്കാർ. സൗഭാഗ്യവർദ്ധനവിലൂടെ ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ തന്നെ നടക്കാൻ പോകുന്നു. ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷകൾ വച്ചു പുലർത്തുന്ന ആളുകൾക്ക് ഈ പറയുന്ന കുറച്ച് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ രാജയോഗ സമാനമായിട്ടുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ എത്തിച്ചേരുന്നതോടുകൂടി ഈ നക്ഷത്രക്കാർക്ക് അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കുന്നു. ജീവിതം പാടെ മാറുന്നു. ഇതുവരെ ജീവിച്ച ഒരു ജീവിതമായിരിക്കില്ല ഇനി അങ്ങോട്ട് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത്. എല്ലാം കൊണ്ടും നേട്ടങ്ങളും ഉയർച്ചകളുമൊക്കെ വന്നു ചേരുന്നു. ഏതെല്ലാം രീതിയിൽ നേട്ടങ്ങൾ കൊയ്യാൻ പോകുന്നു, ജീവിതത്തിൻ്റെ ഏതെല്ലാം മേഖലകളിൽ വലിയ ഉയർച്ചകൾ സംഭവിക്കുന്നു എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇവരുടെ പ്രാർത്ഥനകൾക്ക്, ഇവരുടെ സങ്കല്പങ്ങൾക്ക്, ഇവരുടെ വഴിപാടുകൾക്ക്, ചെയ്ത നല്ല കാര്യങ്ങൾക്കൊക്കെ ഈശ്വരൻ അനുഗ്രഹീതമായ രീതിയിൽ തിരികെ അവരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു സമയമാണ്. ഇവർ അടുത്തുള്ള ക്ഷേത്രം, അത് ഏത് ദേവീദേവൻ്റെ ആണെങ്കിലും ഇഷ്ടദേവൻ്റെ ആണെങ്കിലും കുടുംബക്ഷേത്രമാണെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കുക. യഥാശക്തി കയ്യിലുള്ള ധനസ്ഥിതി അനുസരിച്ചിട്ടുള്ള വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഫലം ഉറപ്പാണ്. ഗുണങ്ങൾ ഏറെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത് ദേവൻ്റെയും ദേവിയുടെയും നിങ്ങൾ ചെയ്യുന്ന ഒരു സൽക്കർമ്മം, അത് നിങ്ങൾക്ക് തന്നെ തിരികെ വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. ഓം നമഃശിവായ ജപം തന്നെ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും. ഐശ്വര്യവും സമൃദ്ധിയുമൊക്കെ നിങ്ങളുടെ വീട്ടിലേക്ക് പടികടന്നെത്തും. ആ വീടിൻ്റെ മുഖച്ഛായ തന്നെ മാറും. വീട് എല്ലാ വിധത്തിലുള്ള ഉയർച്ചകളും ഐശ്വര്യം കൊണ്ട് നിറയും. തൊട്ടതെല്ലാം പൊന്നാക്കാൻ സാധിക്കുന്ന തരത്തിൽ, ആ വാക്ക് അന്വർത്ഥമാകുന്ന തരത്തിൽ നിങ്ങളുടെ ജീവിതം ഉയരും. നല്ല സമയത്തിലൂടെ കടന്നു പോകുന്ന ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങൾ, അവരുടെ ദുരിതകാലം ഒഴിയാൻ പോകുന്നു. ഏറ്റവും അനുഗ്രഹീതമായ ഭഗവാന്റെ അനുഗ്രഹം, ഈശ്വരാനുഗ്രഹം, ഈ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നടന്നു പോകുന്ന ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. അതിൽ ഏതെല്ലാം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. തങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. തങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും ഐശ്വര്യസമ്പൂർണമായ അവസ്ഥകൾ വന്നു ചേരുന്നതിനും ദിനം പ്രതിയുള്ള പൂജാതി കർമ്മങ്ങളിൽ ഉൾപ്പെടുന്നതിനു വേണ്ടി നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. നിത്യ പൂജയിൽ നിങ്ങളുടെ പ്രാർത്ഥനകൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനയും പൂജയിൽ സങ്കല്പമായി ഉണ്ടായിരിക്കും. എല്ലാവർക്കും നന്മകൾ നേർന്നു. ഇപ്പോൾ അനുകൂലമായി നിൽക്കുന്ന ചില നക്ഷത്രക്കാരിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ചിത്തിര നക്ഷത്രമാണ്. ഇവരുടെ ആഗ്രഹങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി നടക്കാൻ പോകുന്നു. ഭഗവാന്റെ അനുഗ്രഹത്തിലൂടെ ജീവിതത്തിൽ നല്ല സമയത്തിലൂടെ കടന്നു വരുന്ന ഈ നക്ഷത്രക്കാർ തൊടുന്നെല്ലാം പൊന്നാക്കി മാറ്റാൻ സാധിക്കുന്ന തരത്തിലാണ് അവരുടെ മാറ്റങ്ങൾ പ്രകടമാകുന്നത്. ഏതെല്ലാം കാര്യത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ടാലും ഇടപെട്ടാലും നിരാശയല്ലാതെ ഒന്നും തന്നെയാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. നഷ്ടങ്ങൾ വന്നുകൊണ്ടേയിരുന്നു, ലാഭം ഒരിക്കലും വന്നിട്ടില്ല. നേട്ടങ്ങൾ ഒരു തരി പോലും തൊട്ടിട്ടില്ല. ഇനി വരാൻ പോകുന്നത് നേട്ടങ്ങളുടെ, വിജയത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ നാളുകളും മധുരവുമാണ് ഈ നക്ഷത്രക്കാരെ തേടിയെത്താൻ പോകുന്നത്. പ്രത്യേകിച്ചും വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നു. വലിയ ഫലങ്ങൾ ഇവർക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു. മത്സര പരീക്ഷകളിൽ മിന്നുന്ന നേട്ടങ്ങൾ ഉണ്ടാകുന്നു. പ്രത്യേകിച്ചും ഉദ്യോഗാർത്ഥികൾക്ക് ജോലി സംബന്ധമായിട്ടുള്ള പരീക്ഷകളിൽ, മത്സര പരീക്ഷകളിലൊക്കെ വലിയ മാറ്റങ്ങളും ഉയർച്ചകളുമൊക്കെ കാണാൻ സാധിക്കുന്ന തരത്തിലുള്ള ഉയർച്ചകൾ വന്നു ചേരുന്നു. ഏറ്റവും അനുകൂലമായ സ്ഥിതിവിശേഷം വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. രോഗാവസ്ഥ അനുഭവിക്കുന്ന, രോഗദുരിതങ്ങൾ, ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് രോഗശാന്തി വരികയും നല്ല സമയത്തിലൂടെ കടന്നു വരുന്നതോടുകൂടി സൗഭാഗ്യങ്ങൾ, രോഗം മാറുകയും ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കുകയും ചെയ്യുന്നതോടുകൂടി സാമ്പത്തിക ഉയർച്ച ഭഗവാന്റെ അനുഗ്രഹത്തിലൂടെ ഇവർക്ക് വന്നു ചേരുന്ന സമയം കൂടിയാണ്. മഹാവിഷ്ണു ക്ഷേത്ര ദർശനം, മഹാവിഷ്ണു പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രത്യേക വഴിപാടുകൾ, യഥാശക്തി വഴിപാടുകളൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കുക. നേട്ടങ്ങളുണ്ടാകും. ഉയർച്ചകൾ നിശ്ചയമായും അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു.
അടുത്ത നക്ഷത്രം മൂലം നക്ഷത്രമാണ്. മൂലം നക്ഷത്രക്കാർക്ക് വളരെ നാളുകളായി പല അസ്വസ്ഥതകളാണ് ഉണ്ടായിരുന്നത്. ജീവിതത്തിൽ നഷ്ടങ്ങൾ മാത്രം ഉണ്ടായിരുന്ന, പ്രയാസങ്ങൾ ഒരുപാട് അനുഭവിച്ച് മനസ്സുമടുത്ത ഒരു സമയമാണ്. ബന്ധുമിത്രാദികളുടെ അവജ്ഞ പോലും ഉണ്ടായിരുന്നു. ജീവിതത്തിൽ ഒരു സമാധാന അന്തരീക്ഷം ലഭിക്കാത്ത ഒരു സാഹചര്യം. ഈ അവസ്ഥകളൊക്കെ പാടെ മാറുന്നു. സന്തുഷ്ടമായ ജീവിതം നയിക്കാനും ആരോഗ്യകരമായ ഒരു അന്തരീക്ഷം ജീവിതത്തിൽ വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ്. ഇവർക്ക് സാമ്പത്തിക ബാധ്യതകളൊക്കെ തീർന്ന് കടങ്ങൾ വീട്ടി സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്നതിനുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നു. മികച്ച മുന്നേറ്റങ്ങളും ഉയർച്ചകളുമൊക്കെ ലഭിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ഒട്ടേറെ അവസരങ്ങൾ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നു. ഇവരുടെ കഴിവുകൾ, ഇവരുടെ മനോഭാവം, ആത്മവിശ്വാസം ഇതൊക്കെ കൈമുതലാക്കിക്കൊണ്ട് അവരുടെ ജീവിതത്തിൽ അവസരങ്ങൾ തെളിഞ്ഞു കത്തുന്ന ഒരു സമയം കൂടിയാണ്. അതിലൂടെ അവരുടെ പ്രാർത്ഥനകൾക്കും വഴിപാടുകൾക്കുമൊക്കെ ഇരട്ടി ഫലമാണ് ലഭിക്കുന്നത്. ഇവർ അടുത്തുള്ള ദേവീക്ഷേത്ര ദർശനം നടത്തി ദേവിക്ക് കടുംപായസം സമർപ്പിച്ച് വഴിപാടായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഏറ്റവും നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കുന്നതിന്, ദേവി അനുഗ്രഹം വന്നു ചേരുന്നതിന് ഇത്തരം കാര്യങ്ങൾ ചെയ്യുക. ജീവിത വിജയം ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് ലഭിക്കുന്നത്. അടുത്ത നക്ഷത്രം പൂയം നക്ഷത്രമാണ്. പൂയം നക്ഷത്രക്കാർക്ക് പേരും പ്രശസ്തിയുമൊക്കെ വർദ്ധിച്ചു കാണുന്ന സമയമാണ്. ഇവിടെ സമയത്തിൻ്റെ ആനുകൂല്യങ്ങൾ അനുഭവിക്കുന്ന സാഹചര്യത്തിൽ, പ്രത്യേകിച്ചും തൊഴിൽ മേഖലകളിൽ, തൊഴിൽ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഒട്ടേറെ വിജയങ്ങൾ ഇവരുടെ കൂടെ വന്നു ചേരുന്ന ഒരു സമയമാണ്. സാധിക്കാത്ത കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുകയില്ല. വലിയ വലിയ ഉയർച്ചകൾ ഇവരെ തേടിയെത്തുന്നു. ധനപരമായി വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നതിനും ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകളും സമ്പാദ്യം വർദ്ധിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയം കൂടിയാണ്. സാമ്പത്തികപരമായി വളരെ ഉയർച്ചകൾ വന്നു ചേരുകയും മികച്ച നേട്ടങ്ങൾ കൈമുതലായി ലഭിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണ്. സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നു. പേരും പ്രശസ്തിയുമൊക്കെ വന്നു ചേരുന്നു. സമൂഹം അംഗീകരിക്കുന്ന ദിനങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഐശ്വര്യവർദ്ധനയിലൂടെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന, ഉയർച്ചകൾ സംഭവിക്കുന്ന ഒരു സമയമാണ്. അസ്വസ്ഥതകളൊക്കെ മാറുന്നു. അപകട ഭീതി ഒഴിഞ്ഞു നിൽക്കുന്നു. അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്ന സാഹചര്യങ്ങളൊക്കെ വന്നു ചേരും. സമാധാനം, സന്തോഷം, ഈ കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു അന്തരീക്ഷം തന്നെയായിരിക്കും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അടുത്ത നക്ഷത്രം മകം നക്ഷത്രമാണ്. മകം നക്ഷത്രക്കാർക്ക് വീട്, വാഹനം, വസ്തു ഇത്യാദി കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങളാണ് ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഇവർ ക്ഷേത്ര ദർശനം നടത്തുക, ഗണപതി ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന തരത്തിൽ ഇവരുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ തന്നെ വന്നു ചേരുന്നു. പേരും പ്രശസ്തിയുമൊക്കെ വർദ്ധിക്കുന്നു. വിജയം ഇവരുടെ കൂടെ ഉണ്ടാകും. സമ്പാദ്യം വർദ്ധിക്കും. എല്ലാ മേഖലകളിലും മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ ഇവർക്ക് സാധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. അടുത്ത നക്ഷത്രം പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രക്കാർക്ക് നേട്ടങ്ങളുടെ വലിയ ഉയർച്ചകൾ കാണാൻ സാധിക്കുന്ന, ഭഗവാന്റെ അനുഗ്രഹത്തിലൂടെ ജീവിത ഐശ്വര്യം വർദ്ധിക്കുന്ന, ജീവിതത്തിൽ വന്നു ചേരുന്ന നല്ല സമയം. അതിലൂടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷം കൈമുതലായി വന്നു ചേരുന്ന ഒരു സമയമാണ്. മനസ്സിൽ ഒരുപാട് നാളുകളായി കൊണ്ടു നടന്ന കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്നു. ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച് ഉപേക്ഷിച്ച പല കാര്യങ്ങളും ജീവിതത്തിൽ വന്നു ചേരുന്നു. നഷ്ടപ്പെട്ട ധനം തിരികെ ലഭിക്കുന്നതിനും ജീവിതത്തിൽ നേട്ടങ്ങൾ ഒരുപിടിയായി വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ്. രോഗ ദുരിതങ്ങൾ അവരുടെ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കുന്ന, മികച്ച അവസരങ്ങൾ വന്നു ചേരുന്ന, ദീർഘകാല അവസ്ഥകൾ, രോഗാവസ്ഥകളൊക്കെ മാറി നിൽക്കുന്ന, വിഷമഘട്ടങ്ങളിലൂടെ കടന്നുപോയ ആളുകൾക്ക് ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്ന, സന്താന ദുരിതങ്ങളൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാർക്കും മനോഗുണം വർദ്ധിക്കുന്നു. സന്താന യോഗമുണ്ട്. വിഷമഘട്ടങ്ങളൊക്കെ തരണം ചെയ്ത് ഇവർ കുതിച്ചുയരും. ഐശ്വര്യ സമ്പൂർണമായ ഒരു സമയം, അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗം ഇത്യാദി കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും. അശ്വതി നക്ഷത്രക്കാർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുക. വീടിനടുത്തുള്ള ക്ഷേത്രത്തിൽ ചൊവ്വാഴ്ച ദിവസത്തിൽ ദർശനം നടത്തി ഇഷ്ടവഴിപാട് സമർപ്പിക്കുക. പാലഭിഷേകം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു വഴിപാടായി മാറും. അശ്വതി നക്ഷത്രക്കാർ അമ്പലത്തിലേക്ക് പോകുന്ന ഒരു സമയത്ത് ഭഗവാന് പ്രദക്ഷിണം ചെയ്ത് പ്രാർത്ഥിക്കുന്ന മുറയ്ക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാത്ത കാര്യങ്ങൾ ഒന്നും ഉണ്ടാകുകയില്ല. സുബ്രഹ്മണ്യ അനുഗ്രഹം ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും അത്ഭുതങ്ങളുമൊക്കെ വന്നു ചേരും. എല്ലാവിധത്തിലുള്ള നേട്ടങ്ങളും ഉയർച്ചകളുമൊക്കെ ലഭിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. അടുത്ത നക്ഷത്രം ആയില്യം നക്ഷത്രമാണ്.
ആയില്യം നക്ഷത്രക്കാർക്ക് മഹാത്ഭുതം തന്നെ സംഭവിക്കുന്നു. വളരെ നാളുകളായി അവരുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള വിഷമഘട്ടങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്ന ഒരു സമയം. ജീവിതത്തിൽ ഒരുപാട് വിജയം ഇനിയാണ് ഉണ്ടാകാൻ പോകുന്നത്. ഒട്ടേറെ ഉയർന്ന അവസ്ഥകൾ, ജീവിതത്തിലെ സന്തോഷവും സമാധാന അന്തരീക്ഷം ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കടന്നു വരുന്നു. ഇവർ ശിവക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുക. നേട്ടങ്ങൾ ഒരുപിടി ഉണ്ടാകും. കാര്യവിജയം വന്നു ചേരും. മാറാരോഗങ്ങളൊക്കെ മാറും. പല വിധത്തിൽ വിഷമഘട്ടങ്ങളിലൂടെ കടന്നു വരുന്ന ആളുകളാണെങ്കിൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറും. ജീവിതത്തിൽ മംഗളകർമ്മങ്ങളൊക്കെ നടക്കാനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്നു. മികച്ച അവസരങ്ങൾ ഉണ്ടാകുന്നു. സന്തോഷകരമായിട്ടുള്ള സമാധാനപൂർണമായ ഒരു അന്തരീക്ഷം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹവും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.